ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാൻ നിമ്മിയനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഒരു അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ടക്കറിയും. നമ്മളിപ്പോൾ തലേന്ന് അരി വെള്ളത്തിലിട്ടില്ലെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് രാവിലെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുക്കാം. നമുക്കതിൻ്റെ റെസിപ്പിയിലോട്ട് പോയാലോ? അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ടാണ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മളുടെ ഇടിയപ്പത്തിന് അതുപോലെ തന്നെ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് 1/4 കപ്പ് ചോറാണ്. ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതരിയുടെ ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം. 1/4 കപ്പ് മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങ തിരുമ്മിയതാണ്. ഇതിപ്പോൾ നമുക്ക് അളവെല്ലാം മനസ്സിലായല്ലോ അല്ലേ? 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് തേങ്ങ, 1/4 കപ്പ് ചോറ്. അതിനുശേഷം ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ഈസ്റ്റ്. പിന്നെ ചേർക്കുന്നത് 1/4 ടീസ്പൂണിനേക്കാളും കുറവ്, എന്ന് വെച്ചാൽ ഒരു 3-4 പിഞ്ച് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ വെള്ളമെന്ന് പറയുന്നത് ചെറു ചൂടുവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. എന്നാൽ വെള്ളം ഒത്തിരി തിളച്ച് പോകാനും പാടില്ല കേട്ടോ. ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അരിപ്പൊടി അടിയിലല്ലേ കിടക്കുന്നത്. അപ്പം അതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് പോലെ ഇതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണം. ഞാനിപ്പോൾ ഇത് നല്ല ഫൈൻ പേസ്റ്റ് പോലെ നല്ലതായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ കണ്ടത് ഒഴിച്ചു കൊടുക്കുമ്പം പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ വരുന്നുള്ളൂ അല്ലേ? നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഈ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ ഉള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതായിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കണം. ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് നമുക്കിതൊന്ന് മൂടി വെക്കണം. മൂടി വെക്കുമ്പോൾ നമ്മളിത് ചെറു ചൂടുവെള്ളത്തിൽ വേണം ഇറക്കി വയ്ക്കാൻ വേണ്ടി. തിളച്ച വെള്ളത്തിലല്ല, ചെറു ചൂടുവെള്ളത്തിലോട്ട് വേണം നമ്മൾ ഈ പാത്രം ഇറക്കി വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ ഓവനൊന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് വെച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ ചെറു ചൂടുവെള്ളത്തിലോട്ടാണ് ഇത് ഇറക്കി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മുട്ടക്കറിക്കുള്ള പരിപാടി തുടങ്ങാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് അരച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് പോലെ ഇപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു സ്വല്പം എണ്ണ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഒരു 2 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ വഴറ്റുന്ന സമയത്ത് നമ്മളൊരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മൂടി വെച്ചാൽ നമുക്ക് ഈ സവാള ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഇതെപ്പോഴും ഞാൻ വീഡിയോയിലെല്ലാം പറയാറുള്ളതാണ്. ഇതുപോലെ നമ്മൾ ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സവാള വഴണ്ട് കിട്ടുമെന്നുള്ളത്. ഇപ്പോൾ ഏകദേശം അതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഞാൻ കറിവേപ്പില ഇടാൻ മറന്നുപോയായിരുന്നു. അതിനിപ്പോൾ ഒരു സ്വല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കതൊന്നും കൂടെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള നല്ലതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടികളാണ്. ഒരു 1.5 ടേബിൾ സ്പൂണ്
മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റാം. ഇനിയിപ്പോൾ അതിലോട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചിക്കൻ മസാല ചേർത്തേക്കുന്നതാണ് കേട്ടോ. ഇനി ആ മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്തത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. ഇനി നമുക്ക് തക്കാളിയും കൂടെ നല്ലതായിട്ടൊന്ന് വഴണ്ടി വരണം. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും കൂടെ മറക്കല്ലേ. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. തക്കാളി അങ്ങ് നമുക്ക് നല്ലതായിട്ടൊന്ന് ഉടച്ചും കൂടെ എടുക്കാം. അപ്പോഴാണ് നല്ലതായിട്ട് മിക്സ് ആകത്തുള്ളൂ. ചില പീസൊക്കെ കണ്ട് ഇതുപോലെ കിടക്കുന്നത്, അപ്പോൾ നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ അതങ്ങ് നമ്മുടെ തക്കാളിയിൽ ഉടഞ്ഞു വരും. അതിനുശേഷം അതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ മസാല വഴറ്റിയതിന് ശേഷം നമ്മൾ തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർക്കാവൂ. പച്ചവെള്ളം ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആകെ അങ്ങ് മാറും. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമുക്കിനി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് ഒരു തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത്, മുമ്പേ നമ്മൾ ഫസ്റ്റിൽ അരച്ച് വെച്ചില്ലായിരുന്നോ തേങ്ങ, അതാണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മൾ നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരയ്ക്കാൻ നോക്കണം കേട്ടോ. ഈ തേങ്ങ ഇതുപോലെ അരച്ച് ചേർത്തില്ലെങ്കിൽ തേങ്ങാപ്പാലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനെപ്പോഴും ഇങ്ങനെ തേങ്ങ അരച്ചാണ് ചേർക്കുന്നത്. ഇതാണ് ഈസി ആയിട്ട് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. തേങ്ങയും മസാലയും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ സ്വല്പം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് ഒരു തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാറും ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. തേങ്ങ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി തുടങ്ങും. ഇനി അതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടക്കറി നിമിഷ നേരങ്ങൾക്കുള്ളിൽ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അപ്പത്തിൻ്റെ മാവ് എന്തായെന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഞാനൊരു ചെറു ചൂടുവെള്ളത്തിലോട്ടാണ് ഇറക്കി വെച്ചിരിക്കുന്നതെന്ന്. കണ്ടോ, ഇപ്പോൾ അത് മാവ് നല്ലതായിട്ട് പൊങ്ങി പാത്രം നിറഞ്ഞു വന്നിട്ടുണ്ട്. കാണുമ്പം തന്നെ നമുക്കറിയാം അല്ലേ, മാവ് നല്ലതായിട്ട് ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ട്. മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണുമ്പം തന്നെ അറിയാം നമ്മുടെ അപ്പം ശരിയാകുമെന്നുള്ളതല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ഇളക്കുമ്പോഴും ഒത്തിരി ഫോഴ്സിൽ ഇങ്ങനെ അങ്ങ് ഇളക്കരുത്. പതിയെ സ്ലോലി വേണം നമ്മളതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഇനി ഉപ്പൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മളിതുപോലെ നമ്മൾ ദോശയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കത്തില്ല, ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് പരത്തേണ്ട കാര്യമില്ല, ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെയാണ് നമ്മൾ വെള്ളയപ്പം ചുട്ടെടുക്കുന്നത്. കണ്ട, ഇപ്പോൾ അതിന് ആ സുഷിരങ്ങളൊക്കെ ഇതുപോലെ വന്നു തുടങ്ങുന്നുണ്ടോ. ചെറിയ കുത്തുകൾ ഇതുപോലെ വരും. അതുപോലെ തീ നമ്മളെപ്പോഴും ഒരു മീഡിയത്തിൽ വെക്കുക. ഹൈയിലും വെക്കരുത്, ലോയിലും വെക്കരുത്. ഒരു മീഡിയത്തിൽ വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ ഈ വെള്ളയപ്പം എന്ന് പറയുന്നത് തിരിച്ചിടുന്നില്ല, അപ്പം നമ്മൾ മൂടി വെച്ചാണ് വേവിക്കുന്നത്. ഏകദേശം ഒരു 3/4 ഇതുപോലെ സുഷിരങ്ങൾ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ അതിൻ്റെ മൂടി തുറന്നു കഴിയുമ്പോൾ കണ്ടോ, ഈ സൈഡ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ അടുത്ത അപ്പവും നമുക്ക് ചുട്ടെടുക്കാം. വളരെ പെട്ടെന്നല്ലേ നമ്മൾ അപ്പവും മുട്ടക്കറിയൊക്കെ റെഡിയാക്കിയത്. ഇപ്പം നമ്മൾ ഒരു ദിവസം അരി വെള്ളത്തിലിട്ടില്ലെങ്കിൽ കൂടെ അരിപ്പൊടി ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോട് അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. നമ്മൾ മാവ് ഒഴിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ആ കുത്തുകൾ ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പെട്ടെന്ന് അതിങ്ങനെ വരും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ഈ സൈഡ് നമുക്ക് വെന്ത് കിട്ടും.
ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് അപ്പവും മുട്ടക്കറിയും റെഡിയാക്കി എടുക്കാം. വിത്തിനൊരു 20-25 മിനിറ്റ്സിൽ നമ്മുടെ അപ്പവും മുട്ടക്കറിയും റെഡിയാണ്. ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ്. നമ്മൾ മുറിക്കുമ്പോൾ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ മുട്ടക്കറി അപ്പവും കൂടെ നല്ല കോമ്പിനേഷനുമാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഇനി നല്ല നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. ബൈ.